3, 2, 1. Good luck, sir. See you later. Going off onto your first loop. Zulu for 37. 160 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത. ട്രാക്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 118 കുതിരകൾ. പെട്ര ഡെൽറേ എന്ന 12 വയസ്സ് പ്രായമുള്ള പെൺകുതിരയുടെ ചുമലിലേറി 22-കാരിയായ മലയാളി പെൺകുട്ടി ട്രാക്കിലൂടെ കുതിച്ചെത്തി ലോക ദീർഘദൂര കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറി. ഒപ്പം സീനിയർ വിഭാഗത്തിൽ വിജയിച്ച ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടവും. ഫ്രാൻസിലെ ആ ട്രാക്കിൽ ഇന്ത്യൻ കരുത്തായി മാറിയവളുടെ പേരാണ് മലപ്പുറം തിരൂരുകാരി നിത അഞ്ജും ചേലാട്ട്. വെറും 10 മണിക്കൂർ 23 മിനിറ്റ് കൊണ്ടാണ് 160 കിലോമീറ്റർ ദൂരം പൂർത്തീകരിച്ചത്. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു മത്സരം. കുതിരയുടെ ആരോഗ്യവും ഓരോ ലാപ്പ് കഴിയുമ്പോഴും കുതിരക്ക് നൽകേണ്ട പരിചരണവും വിശ്രമവുമെല്ലാം അതിപ്രധാനമാണ്. 73 കുതിരകളാണ് മത്സരത്തിൽ അയോഗ്യരായത്. 17ാം സ്ഥാനക്കാരിയായാണ് നിത മത്സരം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം നടന്ന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 120 കിലോമീറ്റർ മത്സരത്തിൽ നിത വിജയിയായിരുന്നു. ഇതേപോലെ ഇനിയും ഫ്യൂച്ചറിൽ അച്ചീവ്മെന്റ്സും സപ്പോർട്ടും ഇതേപോലെ നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ദുബായിൽ വെച്ചാണ് നിത കുതിരയോട്ടത്തിൽ പരിശീലനം ആരംഭിച്ചത്. +2 പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യ മത്സരം. അബുദാബി എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് സ്വാഡ് പുരസ്കാരം സ്വന്തമാക്കിയതിനു ശേഷമാണ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത്. തക്കാവ് സിംഗ്രാവോ ആണ് നിതയുടെ പരിശീലകൻ. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമൂഹിക പ്രവർത്തനത്തിൽ ബിരുദം നേടിയ ശേഷം സ്പെയിനിൽ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിൽ ബിരുദാനന്തര ബിരുദം ചെയ്യുകയാണ് ഈ മിടുക്കി. ന്യൂസ് ഡെസ്കിൽ നിന്നും ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്. ഇംതിയാസ് കരീം നോക്കപ്പെടും. ഇംതിയാസ്, ഈ ഇത്തരം നമുക്ക് അത്ര പരിചയമല്ലാത്ത മേഖലകളിലേക്കൊക്കെ പലരും ചുവടുവെക്കുന്നത് പ്രത്യേകിച്ചും UAE അല്ലെങ്കിൽ ദുബായ്, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത് എത്ര കാലത്തെ പരിശീലനമാണിത്? വെറുതെ ഓടിച്ച് 17ാമതൊന്നും എത്താൻ കഴിയില്ലല്ലോ. ദിവേഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മലയാളികൾക്കൊന്നും അത്ര കണ്ട് പരിചിതമല്ലാത്തൊരു കുതിരയോട്ട മത്സരം. അങ്ങനെ ആഗോളതലത്തിൽ തന്നെ വലിയ മത്സരമായ ഫ്രാൻസിൽ നടക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു മലയാളി പെൺകുട്ടി ഫ്രാൻസിലെത്തുന്നു, മത്സരിക്കുന്നു, വലിയ വിജയം നേടുന്നു, ഇന്ത്യയുടെ അഭിമാനമായി മാറുന്നു. അതിലുപരി കേരളത്തിൻ്റെ അഭിമാനമായി മാറുന്നു. ഇത് ഒരു ചില്ലറ കാര്യമല്ല. നമുക്കൊരു കുതിരയോടിക്കാൻ അറിയുമെന്നുള്ളത് കൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നതാണ് ഒരു കാര്യം. ഇതിന് കൃത്യമായ പരിശീലനം വേണം. വലിയ രീതിയിൽ പ്രൊഫഷണലായി നടക്കുന്നൊരു മത്സരമാണ്. അതിലേക്ക് എത്തിപ്പെടാൻ തന്നെ കുറേ കടമ്പകൾ കടക്കണം. ഇങ്ങനെ ഏറെ പ്രക്രിയകൾ കഴിഞ്ഞാണ് ഈ മത്സരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 6 ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു മത്സരം. ഇതിൽ ഓരോ ഘട്ടത്തിലും കുതിരയുടെ ആരോഗ്യ പരിചരണം, അതുപോലെ തന്നെ കുതിരയുടെ വിശ്രമം, ഇതെല്ലാം അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനിടയിൽ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ കുതിരയും അതുപോലെ തന്നെ ഈ നിത അഞ്ജുവും തമ്മിലുള്ള ബന്ധം, അഭേദ്യമായ ബന്ധം. അത്തരമൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ മത്സരം പൂർത്തീകരിക്കാൻ സാധിക്കൂ. അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മത്സരത്തിൽ വിജയിക്കാൻ ഒരു പക്ഷേ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ 73 പേരാണ് ഇതിൽ നിന്നും അയോഗ്യരാക്കപ്പെട്ടത്. അങ്ങനെ പ്രൊഫഷണലായി നടക്കുന്ന ഒരു മത്സരത്തിൽ ഒരു മലയാളി പെൺകുട്ടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്. ഒരു പക്ഷേ നമുക്കറിയാം, നമ്മൾ മലപ്പുറത്തും അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കായിക ഇനമാണ് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ. അവിടുത്തുകാർക്കൊക്കെ ഒരു കുതിരയോട്ട മത്സരത്തിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഫ്രാൻസ് വരെ പോയി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വലിയ സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവാം. മറ്റൊരു കാര്യം, ആദ്യമായിട്ടല്ല സംഭവം കൗതുകമൊക്കെയാണ്. പക്ഷേ പറഞ്ഞ പോലെ ഒരു കുടുംബാംഗം എന്ന പോലെ ആ കുതിരയുമായിട്ടുള്ള ഒരു ആത്മബന്ധവും കൂടിയാണ് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അല്ലെങ്കിൽ നിതയ്ക്ക് അത്രയും വലിയ വിജയത്തിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞപ്പോൾ നിത തന്നെ പറഞ്ഞ പോലെ കൂടുതൽ അച്ചീവ്മെന്റ്സിലേക്കൊക്കെ പോകാൻ കഴിയട്ടെ അല്ലേ, മിടുക്കിയായിട്ട് വരട്ടെ. ശരി ഇംതിയാസ്.